കൂടുതൽ ശക്തമാക്കി ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിപാടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായ ആലോചനയും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വയനാടിന്റെ പുനരധിവാസമാണ്. വയനാടിന്റെ പുനരധിവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിലും കനത്ത മഴയത്തും നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതോപാധിയെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഇവരെയെല്ലാം ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നതിലും വീടും സ്ഥലവും തൊഴിലുപകരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണ്. താൽക്കാലികമായി എല്ലാ കുടുംബങ്ങൾക്കും സംരക്ഷണം നൽകാനും എല്ലാ ജീവിതോപാധികളും നഷ്ടപ്പെട്ടവരെ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകി നിലനിർത്തുന്നതിനും സംസ്ഥാന ഗവൺമെന്റ് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ അവിടെ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, കർഷക സംഘടനകൾ, യുവജന സംഘടനകൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവിടെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക എന്ന നിലപാടാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, മറ്റ് വിവിധ വിപണിയുടെ ശോഷണം, ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇന്ത്യയിൽ കൃഷിക്കാരുടെ യോജിച്ച സമരങ്ങൾ നടന്നുവരികയാണ്. വലിയ തോതിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടിനെതിരായി ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി സംഘടനകളും യോജിച്ച പോരാട്ടത്തിലാണ്. ഇപ്പൊ കരാർവൽക്കരണത്തിനെതിരായി ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾ ഈ സെപ്റ്റംബർ മാസത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയെല്ലാം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സംരക്ഷണത്തെ മുൻനിർത്തി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ വിജയങ്ങളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭത്തിലും ഈ ഓണക്കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സിവിൽ സപ്ലൈകോന്റെ സ്റ്റോറുകളിലൊന്നും, മാവേലി സ്റ്റോർ അതുപോലുള്ള വിതരണ കേന്ദ്രങ്ങളിലൊന്നും സാധനങ്ങളൊന്നുമില്ല എന്ന വലിയ പ്രചരണം കേരളത്തിലുണ്ടായിരുന്നു. ആ നിലയെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എത്ര സാധനം വേണമെന്നുണ്ടെങ്കിലും സപ്ലൈകോ സ്റ്റോറുകളിലും കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റോറുകളിലും ഇന്ന് ലഭ്യമാണ്. 13 ഇനം സാധനങ്ങൾ സബ്സിഡി റേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ റൂൾ 300 പ്രകാരം നടത്തിയ പ്രസ്താവനയിൽ
ഏതെല്ലാം ജനവിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് ബോണസിന്റെ തർക്കങ്ങൾ ഒഴിവാക്കാൻ, അതുപോലെ മറ്റാനുകൂല്യങ്ങൾ നൽകാൻ, ഈ സാമ്പത്തിക പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെട്ടു വരികയാണ്. ഈ ഗവൺമെന്റിന്റെ ഈ നിലയിലുള്ള ജനങ്ങളുടെ സംരക്ഷണം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്താൻ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായിട്ടും ആലോചിക്കുന്ന ഒരു വിഷയം. ഇവിടെ ഈ ഗവൺമെന്റ് ഇപ്പോൾ ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തിൽ ഇത്തവണ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി 24, കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി 24 എന്ന പേരിൽ സംസ്ഥാന തലത്തിൽ കായികോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 4 മുതൽ 11 വരെ എറണാകുളത്ത് വെച്ചാണ് ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പരിപാടി വിജയകരമായി നടത്തുന്നതിനും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയാർജിച്ച് നടത്തുന്നതിനും ഉള്ള നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വിഷയങ്ങളുള്ളത്. മറ്റ് വിശദാംശങ്ങളെല്ലാം പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ചർച്ച ചെയ്യണം എന്നാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കൺവീനറായതിനു ശേഷം ആദ്യത്തെ യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. എല്ലാവരുടെയും പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്വാഭാവികമാണത്. ആ നിലയിൽ എല്ലാ പാർട്ടികളെയും സഹകരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കിടയിൽ സജീവമാക്കുന്നതിനുള്ള നിലപാടാണ് പൊതുവെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ സഹായങ്ങളും മുന്നണിയിൽ എല്ലാ പാർട്ടികളും വാഗ്ദാനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വിശ്വാസമാർജിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെയും എല്ലാ നിലയിലുമുള്ള പിന്തുണയുണ്ടാകണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഇതിന് തീരുമാനിച്ചത്. അല്ല, ഇതില് ഈ കാര്യത്തിലുള്ള മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ADGP അജിത് കുമാർ അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ അൻവർ നൽകിയ പരാതിയിലും തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. അല്ല, ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം. അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. വേറെ പിന്നെ നിങ്ങളിപ്പോ ഈ RSSന്റെ പ്രശ്നത്തിൽ RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ CPIMോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ? അതാണോ കേരളത്തിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം? ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. എല്ലാ നിലയിലുമുള്ള ആക്രമണത്തെ നേരിടുന്നവരാണ്. ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ RSSുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ച് വിശ്വസിക്കാം. കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അതാണ് ഇക്കാര്യത്തിലുള്ളത്. ഏത് അതെന്താന്ന് നമ്മൾ പരിശോധിച്ചിട്ട് തീരുമാനിക്കാമെന്ന്. നമ്മളിപ്പോ ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ആളുകളെ ശിക്ഷിക്കാം.
ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. ഈ സമീപനം തന്നെ എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യും, അതിലൊരു ആശങ്കയും വേണ്ട. ഇത് ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ്. മാത്രമല്ല, ഇതില് പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നുണ്ട്. അതിൽ മുന്നണിക്ക് ഒരു അതിർത്തിയുമില്ല. സീത, അല്ല, അതിന്റെ അത്തരമൊരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ. ഈ അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം? അതിനെന്തെങ്കിലും പ്രശ്നം